പ്രേമലുവും 100 കോടി ക്ലബിൽ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. പ്രേമലുവും 100 കോടി ക്ലബിൽ. പിള്ളേരങ്ങെടുത്തു, തോൽപ്പിച്ചത് സൂപ്പർ താര ചിത്രങ്ങളെ. പ്രേമലുവിന് ഗംഭീര നേട്ടം തന്നെ. 100 കോടി ക്ലബിൽ സിനിമ എത്തിക്കഴിഞ്ഞു. മഞ്ഞുമൽ ബോയ്സിന് പിന്നാലെ പ്രേമലുവും 100 കോടി ക്ലബിൽ കടന്നിരിക്കുകയാണ്. വെറും 9 കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി നേടിയിരിക്കുന്നത് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ വിസ്മയകരമായ കാര്യം. ഫെബ്രുവരി 9-നായിരുന്നു പ്രേമലു തിയേറ്ററിൽ എത്തിയത്. ഓപ്പണിംഗ് ദിനത്തിൽ 9 ലക്ഷം മാത്രമായിരുന്നു, വെറും 9 ലക്ഷം രൂപ മാത്രമായിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. പിന്നീട് ചിത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു. 31 ദിനങ്ങൾ കൊണ്ട് സിനിമയുടെ കളക്ഷൻ 100 കോടിയിലെത്തി എന്നത് അത്ര ചെറിയൊരു കാര്യമായി കാണേണ്ടതില്ല. സൂപ്പർ താരങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ തിയേറ്ററിലെത്തി മിന്നും വിജയം നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ് ഈ ഒരു ചിത്രവും. പ്രേമലുവിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ചിത്രം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സും. അതിലും സൂപ്പർ താരങ്ങൾ ഒന്നും തന്നെയില്ല. എന്നാൽ ഈ ചിത്രത്തിലാകട്ടെ അതിനേക്കാൾ പ്രമുഖരല്ലാത്ത വ്യക്തികളാണ് ഉള്ളത്. പ്രേമലു എന്ന ചിത്രം ഗംഭീരമായ ഒരു വിജയത്തിലേക്കാണ് മുന്നേറുന്നത്. സൂപ്പർ താരങ്ങൾ ഇല്ലാതെ തിയേറ്ററിലെത്തി മിന്നും വിജയം നേടുന്ന ചിത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ. ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ എത്തിയ ഈ ചിത്രത്തിൽ യുവ താരങ്ങളായ നസ്ലിൻ, മമിത ബൈജു എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. 100 കോടി നേട്ടത്തിലെത്തുന്ന ഈ വർഷത്തെ 2ാമത്തെ ചിത്രമാണ് പ്രേമലു. മലയാള സിനിമയിൽ 100 കോടി ക്ലബിലെത്തുന്ന 7ാമത്തെ ചിത്രം കൂടിയായി മാറിയിരിക്കുകയാണ് ചിത്രം. 2018 പുലിമുരുകൻ, ലൂസിഫർ, നേര്, RDX, കണ്ണൂർ സ്ക്വാഡ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് പ്രേമലുവും 100 കോടി ക്ലബിൽ എത്തിയിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് 5 ചിത്രങ്ങളാണ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ മാത്രം 100 കോടി ക്ലബിൽ എത്തിയത്. 2018 പുലിമുരുകനും അതുപോലെ തന്നെ ലൂസിഫറും, ഇതാ 4ാമത്തെ ചിത്രമായി മഞ്ഞുമൽ ബോയ്സും, 5ാമത്തെ ചിത്രമായി പ്രേമലുവും. അങ്ങനെയാണ് അതിന്റെ യഥാർത്ഥ കണക്ക്. RDXും നേരും കണ്ണൂർ സ്ക്വാഡും നേടിയത് 100 കോടി ബോക്സ് ഓഫീസ് എന്നുള്ള നേട്ടമല്ല, ബിസിനസ് എന്നുള്ള നേട്ടമാണ്. 100 കോടി വേൾഡ് വൈഡ് ബിസിനസ്. ഏതായാലും വൻ വിജയമായി മാറുന്ന പ്രേമലുവും ഒപ്പം തന്നെ മഞ്ഞുമൽ ബോയ്സും ഞെട്ടിച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ സിനിമാ മേഖലയെ. പ്രേമലുവിൽ ശ്യാം മോഹൻ, അഖില ഭാർഗവൻ, സംഗീത് പ്രതാപ്, മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ട്. ചിത്രത്തിന്റെ തെലുങ്ക് റൈറ്റ്സ് വാങ്ങിയത് സംവിധായകൻ രാജമൗലിയുടെ മകൻ SS കാർത്തികേയനാണ്. ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രം കണ്ടതിന് ശേഷം രാജമൗലി തന്റെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. കാർത്തികേയ പ്രേമലു തെലുങ്കിൽ എത്തിച്ചതിൽ സന്തോഷം. ആദ്യം മുതൽ അവസാനം വരെ ചിരിയുടെ പൂരമായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ റീനുവിനെ ഇഷ്ടമായി. സച്ചിൻ എന്ന കഥാപാത്രം ലവബിൾ ആണ്. എന്നിരുന്നാലും എന്റെ ഫേവറേറ്റ് കഥാപാത്രം ആദിയാണ്. രാജമൗലി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇപ്രകാരമാണ്. ഏതായാലും രാജമൗലിയെയും മനസ്സ് കീഴടക്കിക്കൊണ്ട് ഈ ചിത്രം വലിയൊരു നേട്ടമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.